നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അവർ നിങ്ങളെ ചെറുതിരുമാറ്റം അങ്ങനെ വായിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ ഈ പുസ്തകം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബാലരമ ഡൈജസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് ഓരോ മാസം ഓരോ വർഷം അങ്ങനെ വീക്കെൻഡിലാണെന്ന് തോന്നുന്നു ഓരോ ഇഷ്യൂ ഇവർ പുറത്തിറക്കുന്നത്. അപ്പോൾ ഓരോ വിഷയങ്ങളെ പറ്റിയിട്ടാണ് പുറത്തിറക്കുന്നുണ്ടാവും. അപ്പോൾ ചില സമയം നമ്മുടെ എൻവയൺമെൻറ്റ്, അതായത് പരിസ്ഥിതി, അല്ലെങ്കിൽ പിന്നെ ഓരോ മേഖലകളെ പറ്റിയുള്ളത്, അല്ലെങ്കിൽ ചില ആൾക്കാരെ പറ്റിയുള്ളത്, അല്ലെങ്കിൽ കായിക വിനോദം, അങ്ങനെ ഓരോരോ മേഖലകളെ പറ്റിയിട്ടാണ് ഓരോ പുസ്തകം ഇറക്കുക. പിന്നെ 10-20 പേജ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇത് ഇന്നലെ വായിച്ച് കഴിഞ്ഞതാണ്. ബാലരമ ഡൈജസ്റ്റ് എന്ന് പറഞ്ഞാൽ 2023 ഫെബ്രുവരി 18 ഉള്ള ബാലരമ ഡൈജസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻ്റർപോളാണ്. ഇൻ്റർപോൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ലോക പോലീസ് തന്നെ. അവരെ പറ്റിയുള്ള ഇതാണ് ഓരോ പേജ് ചെയ്ത്. അപ്പോൾ ഫെബ്രുവരി 18, 2023 പുസ്തകമാണ്. 24ാമത്തെ പുസ്തകം, 7ാമത്തെ ലക്കം. അപ്പോൾ ഇത് ഓരോ പേജിൽ ഓരോ ഇൻ്റർപോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അങ്ങനെയെല്ലാം ഉണ്ടാവുക. പിന്നെ ജസ്റ്റ് ഇൻഡെക്സ് ആണ് താഴെ മഞ്ഞ കളറിൽ, മഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് കളറിൽ അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതായത് വാട്ട്സ് ഇൻസൈഡ് എന്ന് പറഞ്ഞിട്ട്. അതായത് അതിന് ജസ്റ്റ് ഇങ്ങനെ വായിച്ചു തരാം. ഫസ്റ്റ് വരുന്നത് ക്രിമിനലുകളുടെ പേടി സ്വപ്നം. അത് കഴിഞ്ഞിട്ട് ഇൻ്റർപോളിൻ്റെ പിതാവ്, നാഷണൽ സെൻട്രൽ ബ്യൂറോ, ഇന്ത്യയും ഇൻ്റർപോളും, ഇൻ്റർപോൾ നോട്ടീസുകൾ, ഡാറ്റാബേസുകൾ, സേവനങ്ങൾ, അങ്ങനെ ഓരോ ഇൻഡെക്സ് രൂപത്തിൽ അങ്ങനെ കൊടുത്തിരുന്നു. ഓരോ പേജസ് ഇതാണ്, ഓരോ ഹെഡിങ്ങിന് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഹെഡിങ്ങിന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊന്നും ഉണ്ട്, ഇമേജസ്, ഫോട്ടോസ്. പിന്നെ താഴെ മഞ്ഞ ഇതിൽ മോർ ഇൻഫർമേഷൻ വേണ്ട കുറച്ച് അഡീഷണൽ പോയിൻറ്റ്സും കൂടി ഉണ്ടാവും. ഇതാണ് ഓരോ പേജുകളിൽ വരുന്നത്. എന്നിട്ട് കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് നമ്മുടെ രീതിയിൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയ രീതിയിൽ സിമ്പിൾ മലയാളത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് അടക്കം. എങ്ങനെയാണ് ഇൻ്റർപോൾ എങ്ങനെയാണ് തുടങ്ങിയത്, അവിടെ എങ്ങനെ ഉത്ഭവിച്ചത്, സംഘടന കൊണ്ടുവരുന്ന എന്താണ്, അതിൻ്റെ പുറകിലുണ്ടായ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായത്, എല്ലാം വിശദമായിട്ട് രീതിയിൽ ഞാൻ മൊത്തത്തിൽ എഴുതി കാണിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ മലയാളത്തിൽ ഉണ്ടാക്കാം. ചില വാക്കുകൾ അങ്ങനെ പെട്ടെന്ന് കിട്ടൂല, പക്ഷെ എന്നാലും പൊതുവെ സിമ്പിൾ മലയാളത്തിലാണ് ഉണ്ടാവുക. ഓരോ ഹെഡിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് രാജ്യാന്തര റേഡിയേഷൻ ഓരോ ഹെഡിങ്ങിങ്ങനെ കൊടുത്തിരുന്നു. പിന്നെ ലീഗ് ഓഫ് നേഷൻസിൻ്റെ കാലം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വളരുന്ന സംഘടന, ഇങ്ങനെ ഓരോ ഹെഡിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻ്റർപോൾ നേതൃത്വം കൊടുത്ത ചില ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് ഉണ്ടായത്, ഓരോ രാജ്യങ്ങളും ഇൻ്റർപോളും തമ്മിൽ എങ്ങനെയാണ് അവർ ബന്ധം എങ്ങനെ സൂക്ഷിക്കുന്നത്, അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഇവരെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഔദ്യോഗിക ഭാഷകൾ എന്തൊക്കെയാണ്, എത്ര അംഗങ്ങളുള്ളത്, പിന്നെ അത് ഓരോ പ്രൊജക്റ്റ് പോസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാകും. അതായത് എന്ത് ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് മാഗസിൻ ഇറക്കിയിരിക്കുന്നത് അതിനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഉണ്ടാവുക. തലവന്മാരും സംഘടനകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതായത് ലോകത്ത് നിലവിലുള്ള രഹസ്യാന്വേഷണ സംഘടനകളും അതിൻ്റെ തലവന്മാർ. ഇതിപ്പം 2023 ഇറങ്ങിയ പുസ്തകമാണ്. അപ്പോൾ ഇതിൻ്റെ തലവന്മാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവും. ചില സംഘടനകളുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. CIA, മൊസാദ്, RAW, ASIS എന്ന് കേട്ടിട്ടുണ്ടാവും.
MSS, പിന്നെ DGSE, BND, FSB, CSIS, ISI, അങ്ങനെ ഓരോരോ സംഘടനകളുണ്ട്. പിന്നെ ഇൻ്റർപോൾ നോട്ടീസുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ്ങിലാണ്. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. പിന്നെ ഓരോ നോട്ടീസുകളും എന്താണ് അതിനെപ്പറ്റി ഉൾക്കൊള്ളിക്കുന്ന ഘടകങ്ങൾ എന്താണ് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ സംഘടനയുടെ പല തട്ടുകൾ അങ്ങനെ എന്തെല്ലാമൊക്കെയാണ് ഉള്ളത് പറഞ്ഞിട്ട് ഉണ്ടാവും. പിന്നെ വിവരങ്ങളൊക്കെ എങ്ങനെയാണ് കൈമാറുന്നത് എന്നാണ് അതിൻ്റെ പ്രവർത്തന രീതികൾ. കൈമാറാൻ വേണ്ടി വേറെന്തെല്ലാം കടമ്പകളാണ് ഓരോ രാജ്യങ്ങളും അതിൻ്റെ ഒപ്പം ചെയ്യേണ്ടതുണ്ട്. ഓരോ ഔദ്യോഗിക ചിഹ്നവും പതാകയും എന്നൊക്കെ എങ്ങനെയാണ് ആ ഡാറ്റാബേസ് അങ്ങനെ റെക്കോർഡുകൾ എങ്ങനെ സൂക്ഷിക്കുന്നത്, അങ്ങനെയൊക്കെ കുറേ നല്ല നല്ല കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഓരോ പേജുകളിൽ വരുന്നത്. പിന്നെ ഇൻ്റർപോളിനെ കൊണ്ട് ബാക്കി രാജ്യങ്ങൾക്ക് എങ്ങനെയാണ് അവർ രഹസ്യാന്വേഷണ സേവനങ്ങളും ബാക്കി പ്രവർത്തനങ്ങളും എങ്ങനെയാണ് അവർ നടത്തുന്നതെല്ലാം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ ലാംഗ്വേജിലാണ് ടൈപ്പ് ചെയ്ത് ബുക്കിൽ അങ്ങനെ എഴുതിയിട്ടുള്ളത്. പിന്നെ ചിലർ ഈ നോട്ടീസിൻ്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്തവരെല്ലാം കുടുക്കിയിട്ടുണ്ട്. അതിൻ്റെ ചരിത്രമുണ്ട്. അത് കൂടുതൽ ഞാൻ പറയുന്നില്ല. ബുക്കിന് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ എഡീഷൻ എവിടുന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ വായിച്ചിട്ട് മനസ്സിലാക്കിയാൽ മൊത്തത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് അവിടെ രാഷ്ട്രീയ പ്രതിയോഗികളെ കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ സർക്കാരിനെ വിമർശിക്കുമ്പോൾ അവരെ വായ അടുപ്പിക്കാനെന്ന രീതിയിൽ റെഡ് നോട്ടീസുകൾ ഇഷ്യൂ ചെയ്തിട്ട് അവരെ തളർത്തിയിട്ടുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ പുറകിൽ. ഇപ്പോൾ ടോട്ടൽ 49 പേജസായി അങ്ങനെ മൊത്തത്തിലുള്ള പുസ്തകം ഇൻ്റർപോൾ എന്ന ഇഷ്യൂ ആണ്. ഓക്കെ. പിന്നെ ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ ഇന്ന പ്രായക്കാർക്ക് വായിച്ചുള്ളൂ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്. ഞാൻ ഇതിൻ്റെ കുറേ ഇഷ്യൂസ് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാം വായിച്ച് തീർന്നില്ല. ഇനിയുണ്ട് ഇഷ്ടം പോലെ. ബാലരമയുടെ കുറേ ഇഷ്യൂസ് എനിക്ക് ഇനിയും ഇഷ്ടം പോലെ ഉണ്ട്, വായിച്ച് തീർക്കാനുണ്ട്. അപ്പോൾ ഇത് 2023 ഇതിൻ്റെ വാങ്ങുന്ന റേറ്റ് 15 രൂപയാണ്. ഇപ്പോൾ നിലവിൽ 18 രൂപയാണെന്ന് എൻ്റെ ഒരു വിശ്വാസം. 18 രൂപ. അപ്പോൾ വായിക്കാൻ താല്പര്യമുള്ളവർ, അതായത് കുത്തിയിരുന്ന് വായിക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഇങ്ങനെ വായിച്ച് പടിപടിയായിട്ട് വായിച്ച് ഇതായാലും നിങ്ങൾക്ക് വായിക്കണം എന്ന് തന്നെ ഒരു ഇതുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതത്ര 40-40 പേജസേ ഉള്ളൂ. അപ്പോൾ കുറച്ചായിട്ട് വായിച്ചാലും മതി. ഒറ്റയിരിപ്പിന് മൊത്തം വായിച്ച് തീർക്കണം എന്നല്ല, കുറച്ചായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു കുറച്ച് അതിൻ്റെ വായിച്ചാൽ കുറച്ചെന്താണ് മനസ്സിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ പരമാവധി ഇത് ഓരോ ഇഷ്യൂ വാങ്ങിയിട്ട് അങ്ങനെ വായിക്കാൻ ശ്രമിക്കുക. എനിക്കതാണ് പറയാനുള്ളത്. വായിക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ കഴിഞ്ഞ ട്രിപ്പ് കൊടുത്തിട്ട് ബുക്ക് സ്റ്റോളിൽ നിന്ന് അങ്ങനത്തെ ഇതൊന്ന് വാങ്ങും. അല്ലെങ്കിൽ പത്രം ഇടുന്ന ഏജൻറ്റിനോട്
അങ്ങനെ ഇന്ന പുസ്തകം പത്രത്തിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ വേണം. കാരണം ഏജൻറ്റ് അവർക്കും എന്തെങ്കിലും ഉണ്ടോ, ഏജൻറ്റുമാർക്കും ഉണ്ടോ ഇത് ഓരോ പുസ്തകം ഇന്ന പുസ്തകം നമ്മൾ പത്രത്തിൻ്റെ കൂടെ ഇടുന്നുണ്ട്, അങ്ങനത്തെ എല്ലാം എന്തെങ്കിലും ഉണ്ടാവേണ്ടി വെക്കില്ല എന്തായാലും പത്രം ഇടുന്നവർക്ക്. അപ്പോൾ പരമാവധി നിങ്ങൾ ഒരു വിഷയം വാങ്ങിയിട്ട് വായിക്കാൻ ശ്രമിക്കുക. താങ്ക് യു. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. പിന്നെ ഇന്നലെ ബാലരമ ഡൈജസ്റ്റിൻ്റെ 2023 ഫെബ്രുവരി 18 പുസ്തകമായ ഇൻ്റർപോളിൻ്റെ എഡീഷനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ആ ബുക്കിൻ്റെ ഉള്ളിൽ തന്നെ എന്തെല്ലാം അതിൻ്റെ കണ്ടൻസ് എന്തെല്ലാം ഉള്ളത്, എന്താണ് ബുക്ക് ഒരു വായനക്കാരൻ എന്ന രീതിയിലേക്ക് എന്താണ് അവർ നമ്മൾ ആ ബുക്കിൽ കൂടെ എന്താണ് നമ്മളോട് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്, അത് ഏകദേശം അതിൻ്റെ ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് ഇന്നലെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരു ഭാഗം കൂടി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിൽ പറയുന്നത് വെച്ചാൽ ഈ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇൻ്റർപോളിൻ്റെ എന്ന സംഘടനയെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു ഡീറ്റെയിൽസ് ഉണ്ടാവും. അത് നമ്മൾ വിക്കിപീഡിയയിൽ നിന്ന് അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് അങ്ങനെ ഇട്ടതാണ്. അത് ജസ്റ്റ് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട്. അത് ഇൻ്റർപോൾ എന്ന സംഘടന എന്താണ്, അവരെ അസ്തിത്വം, അതായത് അവരുടെ എക്സിസ്റ്റൻസ് എന്താണ്, അവരുടെ സംഘടനയെ കൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, അതായത് ലോകരാഷ്ട്രങ്ങൾക്ക് അവർ എന്തിനാണ് ഉൾക്കൊള്ളുന്നത്, എന്താണ് അവരെ കൊണ്ടുള്ള ഉപയോഗവും സംഭവങ്ങളും, അത് ജസ്റ്റ് ഒരു ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ആ ഡിസ്ക്രിപ്ഷനിൽ തന്നെ എന്താണ് പറയുക, ഇൻ്റർപോളുമായിട്ട് ബന്ധപ്പെട്ട വേറെ യൂട്യൂബ് വീഡിയോസിൻ്റെ ലിങ്കുകളുണ്ട്. അതായത് ഇൻ്റർപോൾ എന്ന സംഘടന എന്താണ്, അവരെ ഡ്യൂട്ടീസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യൂട്യൂബ് വീഡിയോസിൻ്റെ ലിങ്കും അതിൻ്റെ കൂടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇംഗ്ലീഷ് ഭാഷയിലുമുണ്ട്, മലയാളത്തിലുമുണ്ട്, ഹിന്ദിയും ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ 3 ഭാഷയിലുള്ള 2-3 വീഡിയോകളും ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് അഥവാ നിങ്ങൾക്ക് പുസ്തകം വായിച്ചിട്ടും അഥവാ കാര്യമായിട്ട് നിങ്ങൾക്ക് ഐഡിയ ക്ലിക്കാകുന്നില്ലെങ്കിൽ ആ വീഡിയോസ് നോക്കിയാലും മതി. അങ്ങനെ ചെറിയൊരു ഐഡിയ എങ്കിലും കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ മലയാളത്തിലുള്ള വീഡിയോ ഉണ്ട്, അപ്പോൾ എല്ലാവർക്കും കൺവേ, ഹിന്ദിയും ഇംഗ്ലീഷിലും ഉണ്ട് ആ വീഡിയോസിൻ്റെ ലിസ്റ്റിൽ. അപ്പോൾ സബ് ടൈറ്റിലിൻ്റെ ഓപ്ഷൻ എന്തായാലും യൂട്യൂബിൽ ഉണ്ടാവും. അപ്പോൾ ആ സബ് ടൈറ്റിൽ നോക്കിയിട്ട് ഏകദേശം നിങ്ങൾക്ക് ഐഡിയ, നിങ്ങൾക്ക് ആ വീഡിയോ കാണണം, ആ വീഡിയോൻ്റെ ഐഡിയ നിങ്ങളിലേക്ക് കൺവേ ആവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയും കാണാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ എനിക്ക് ഇൻ്റർപോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പുസ്തകങ്ങളും ഉണ്ട്. അപ്പോൾ ഇന്നലെ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ 2-3 പുസ്തകങ്ങളുടെ പേരും കണ്ടിരുന്നു. അത് ജസ്റ്റ് ഞാൻ വീഡിയോയിൽ പറയാം. അതിൽ ഫസ്റ്റ് പുസ്തകത്തിൻ്റെ പേരാണ് എ സ്കോർച്ച് ഓഫ് ഹ്യൂമാനിറ്റി, ദ ഒറിജിൻസ് ഓഫ് ഇൻ്റർപോൾ ആൻഡ് ദ എൻഡ് ഓഫ് എംപയർ ഇൻ സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ യൂറോപ്പ് എന്ന് പറഞ്ഞ പുസ്തകം. ആ പുസ്തകത്തിൻ്റെ ഫുൾ നെയിമാണ് ഇപ്പോൾ പറഞ്ഞത്. എ സ്കോർച്ച് ഓഫ് ഹ്യൂമാനിറ്റി, ദ ഒറിജിൻസ് ഓഫ് ഇൻ്റർപോൾ ആൻഡ് ദ എൻഡ് ഓഫ് എംപയർ ഇൻ സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ യൂറോപ്പ്. അതിൻ്റെ ഓതർ എന്ന് പറയുന്നത് നാഥൻ എ ഫെയറീസ് എന്നാണ് ഓതറിൻ്റെ പേര്. പിന്നെ രണ്ടാമത്തെ പുസ്തകം വെച്ചാൽ ദ ഇൻ്റർപോൾ കണക്ഷൻ ആൻഡ് ഇൻക്വയറി ഇൻടു ദ ഇൻ്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ. അത് എഴുതിയത് MJ മെൽഡൽ ജോൺസൺ. ഒന്നും കൂടി പറയാം, ദ ഇൻ്റർപോൾ കണക്ഷൻ ആൻഡ് ഇൻക്വയറി ഇൻടു ദ ഇൻ്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ, MJ മെൽഡൽ ജോൺസൺ. മൂന്നാമത്തെ ബുക്ക് എന്ന് പറയുന്നത് എ പ്രാക്ടിക്കൽ ഗൈഡ് ടു ഇൻ്റർപോൾ ആൻഡ് റെഡ് നോട്ടീസസ്. അത് ഒന്നിൽ കൂടുതൽ എഴുത്തുകാരുണ്ട് അത് എഴുതിയിട്ടുള്ളത്. ബെൻ ബ്രാൻഡൻ, ക്രിസ്റ്റഫർ ഡേവിഡ്, നിക്കോളാസ് ഹേൺ. നമ്മൾ പറയാം, എ പ്രാക്ടിക്കൽ ഗൈഡ് ടു ഇൻ്റർപോൾ ആൻഡ് റെഡ് നോട്ടീസസ്, ബെൻ ബ്രാൻഡൻ, ക്രിസ്റ്റഫർ ഡേവിഡ്, നിക്കോളാസ് ഹേൺ. അടുത്തത് ദ ലീഗൽ ഫൗണ്ടേഷൻസ് ഓഫ് ഇൻ്റർപോൾ. അത് എഴുതിയിരിക്കുന്നത് റട്സൽ സിൽവസ്ട്രി ജെ മാർത്ത.
അതായത് ഒന്നുകൂടി പറയാം, ദ ലീഗൽ ഫൗണ്ടേഷൻസ് ഓഫ് ഇൻ്റർപോൾ, റട്സൽ സിൽവർസ്ട്രേ, ജെ മാർത്ത. പിന്നെ ഉള്ളൊരു ബുക്കാണ് ഇൻ്റർപോൾ, ദ ഇൻ്റർനാഷണൽ ക്രൈം ബസ്റ്റർ. അത് എഴുതിയിരിക്കുന്നത് ഫൗസ്റ്റിനസ് ക്വാമെ എഡോട്ടെ ഗമേഗ. ബുക്കിൻ്റെ പേര് ഒന്നും കൂടി പറയാം, ഇൻ്റർപോൾ, ദ ഇൻ്റർനാഷണൽ ക്രിമിനൽ ബസ്റ്റർ, ഫൗസ്റ്റിനസ് ക്വാമെ എഡോട്ടെ ഗമേഗ. ജസ്റ്റ് വേണമെങ്കിൽ പുസ്തകത്തിൻ്റെ ഞാൻ എഴുതി വെച്ച് നോക്കിയിട്ട് ഗൂഗിളിൽ നോക്കിയിട്ട് എഴുതി വെച്ചതാണ്. ജസ്റ്റ് അതിൻ്റെ ഒരു ഇതും കൂടി വീഡിയോ പോലെ എടുക്കാം. ഇതാണ് ആ പുസ്തകങ്ങളുടെ പേരും അത് ഓഥർമാർ അതാരൊക്കെ എഴുതിയെന്നുള്ളതും ഒരിത്. 5 പുസ്തകങ്ങളാണ് എനിക്കത് പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റിയതെന്നല്ല, അത് 5 ഫസ്റ്റ് അങ്ങനെ ലിസ്റ്റായിട്ട് വന്നത്. പിന്നെ ചില വെബ്സൈറ്റിൽ നോക്കുമ്പോൾ അങ്ങനത്തെ സെപ്പറേറ്റായിട്ട് ബുക്സൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. ഓരോ സൈറ്റിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പം ജസ്റ്റ് ഞാൻ ഗൂഗിളിൽ നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ 5 5 പേരും ഓതേഴ്സിൻ്റെ പേരും ഇതാ ഇങ്ങനെ വീഡിയോ പോലെ എടുക്കുന്നുണ്ട്. വായിക്കാൻ താല്പര്യമുള്ളവർ ഈ ബുക്ക് ജസ്റ്റ് ഓൺലൈനിൽ അവൈലബിൾ ആണെങ്കിൽ ഓൺലൈനിൽ നിന്ന് അങ്ങനെ വാങ്ങിയിട്ട് വായിക്കുക. പിന്നെ ഇതിൽ ചില ബുക്സ് വെച്ചാൽ നിയമപരം ലീഗൽ പ്രൊസീജിയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതപ്പോൾ ഓൺലൈനിൽ കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. പിന്നെ ഈ ബാലരമ ഡൈജസ്റ്റിന് ഇൻ്റർപോൾ ലോക പോലീസിൻ്റെ കഥ ഞാൻ വീഡിയോയിൽ ചെയ്തിരുന്നു. അത് 2 സെഷനിൽ ഒരു ഷോർട്ട് വീഡിയോ അങ്ങനെ ചെയ്തിരുന്നു. അത് ബുക്കിൻ്റെ എന്താണ് ഈ ബുക്ക് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ ബുക്കിലുള്ള കണ്ടൻസും കാര്യങ്ങളും, എന്തൊക്കെ മെയിൻ ടോപ്പിക്സ് ഇതിൽ കവർ ചെയ്യുന്നത് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ബുക്കിൽ തന്നെ എല്ലാ ബാലരമ ഡൈജസ്റ്റിലും ഇതേപോലെ തന്നെ പ്രൊജക്റ്റ് പോസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു സംഭവം വരുന്നുണ്ട്. അതായത് ഓരോ ഇഷ്യൂവിലും ഇതേപോലെയുള്ള പ്രൊജക്റ്റ് പോസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാകും. അപ്പോൾ ആ പ്രൊജക്റ്റ് പോസ്റ്ററിൽ ഉള്ളത് ഹെഡിങ് എന്ന് വെച്ചാൽ ലോകത്തെ പ്രധാനപ്പെട്ട രഹസ്യാന്വേഷണ ഏജൻസികളുടെ തലവന്മാർ എന്നാണ് പ്രൊജക്റ്റ് പോസ്റ്ററിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിൽ ഇൻ്റർപോളിനും സംബന്ധിച്ചിട്ടുള്ള ഇതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വേറെ രഹസ്യാന്വേഷണ ഏജൻസികളും എന്തെല്ലാമാണ് ഉള്ളത്, തലവന്മാരും അവർ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ ഉള്ളത്. പിന്നെ തലവന്മാരും എല്ലാം മാറിയിട്ടുണ്ടാവും, സംഘടനകൾ അതേപോലെ ആയിരിക്കും, പക്ഷേ തലവന്മാരെല്ലാം മാറിയിട്ടുണ്ടാവും. കാരണം ഇത് ഫെബ്രുവരി 18, 2023 പുസ്തകമാണ്. അപ്പോൾ ഈ തലവന്മാരെല്ലാം ഒക്കെ മാറിയിട്ടുണ്ട്. ഇത് ആ സമയത്തുള്ള തലവന്മാരാണ് ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ആ സംഘടനയുടെ പേരും അതിൻ്റെ രൂപം കൊണ്ട വർഷം മാത്രം ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇതിൽ ഫസ്റ്റ് അമേരിക്കയിലെ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA. അപ്പോൾ CIAൻ്റെ ഫുൾ ഫോം പൂർണ്ണരൂപം സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി എന്നാണ്. അപ്പോൾ 1947 സെപ്റ്റംബർ 18 CIA രൂപം കൊണ്ടത്. 1947 സെപ്റ്റംബർ 18, 1947 സെപ്റ്റംബർ 18. പിന്നെ അടുത്തത് ഇസ്രയേലിലെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് രൂപം കൊണ്ടത് 1949 ഡിസംബർ 13, 1949 ഡിസംബർ 13. പിന്നെ അടുത്തത് RAW, അതായത്
ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ്. അപ്പോൾ റോൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്. അപ്പോൾ റോ രൂപം കൊണ്ടത് 1968 സെപ്റ്റംബർ 21 1968 സെപ്റ്റംബർ 21. പിന്നെ അടുത്തത് ASIS എന്ന രഹസ്യാന്വേഷണ ഏജൻസിയാണ്. അതിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ സീക്രട്ട് ഇൻ്റലിജൻസ് സർവീസ്. 1952 മെയ് 13 രൂപം കൊണ്ടത്. 1952 മെയ് 13. അപ്പോൾ ഈ രഹസ്യാന്വേഷണ ഏജൻസി എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലാണ് ഉള്ളത്. ഓസ്ട്രേലിയയിലെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ASIS, ഓസ്ട്രേലിയൻ സീക്രട്ട് ഇൻ്റലിജൻസ് സർവീസ്. പിന്നെ അടുത്തത് MSS എന്ന രഹസ്യാന്വേഷണ ഏജൻസിയാണ്. പൂർണ്ണരൂപം എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റി. 1983 ജൂലൈ 1 രൂപം കൊണ്ടത്. അതായത് 1983 ജൂലൈ 1. ഈ രഹസ്യാന്വേഷണ ഏജൻസി എന്ന് പറയുന്നത് ചൈനയുടെയാണ്, ചൈന. പിന്നെ അടുത്തത് DGSE. പൂർണ്ണരൂപം എന്ന് പറയുന്നത് ഡയറക്ടറേറ്റ് ജനറൽ ഫോർ എക്സ്റ്റേണൽ സെക്യൂരിറ്റി. ഈ രഹസ്യാന്വേഷണ ഏജൻസി രൂപം കൊണ്ടത് 1943 നവംബർ 27, 1943 നവംബർ 27. ഈ രഹസ്യാന്വേഷണ ഏജൻസി എന്ന് പറയുന്നത് ഫ്രാൻസിൻ്റെയാണ്. അതായത് DGSE, ഡയറക്ടറേറ്റ് ജനറൽ ഫോർ എക്സ്റ്റേണൽ സെക്യൂരിറ്റി. പിന്നെ അടുത്തത് BND. അത് ഫ്രഞ്ച് പദമാണ് ശരിക്കും, ജർമ്മൻ പദമാണ് ശരിക്കും വരുന്നത്. പക്ഷെ നമ്മളെ ഇതിനുള്ളത്, അതായത് വിക്കിപീഡിയ പ്രകാരം നോക്കിയപ്പോൾ കണ്ടത് ഫെഡറൽ ഇൻ്റലിജൻസ് സർവീസ് എന്നാണ്. 1956 ഏപ്രിൽ 1 രൂപം കൊണ്ടത്. 1956 ഏപ്രിൽ 1. ഫെഡറൽ ഇൻ്റലിജൻസ് സർവീസ്, ജർമ്മനിയുടെ രഹസ്യാന്വേഷണ ഏജൻസി. ഇനി അടുത്തത് എന്ന് പറയുന്നത് BND കഴിഞ്ഞാൽ അടുത്തത് FSB. പൂർണ്ണരൂപം എന്ന് പറയുന്നത് ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് ഓഫ് ദ റഷ്യൻ ഫെഡറേഷൻ എന്നാണ്. ഈ രഹസ്യാന്വേഷണ ഏജൻസി രൂപം കൊണ്ടത് 1995 ഏപ്രിൽ 3. 1995 ഏപ്രിൽ 3. FSB, ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് ഓഫ് ദ റഷ്യൻ ഫെഡറേഷൻ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ റഷ്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ്. ഇനി അടുത്തത് CSIS. പൂർണ്ണരൂപം എന്ന് പറയുന്നത് കനേഡിയൻ സെക്യൂരിറ്റി ഇൻ്റലിജൻസ് സർവീസ് എന്നാണ്. രൂപം കൊണ്ടത് 1984 ജൂലൈ 16, 1984 ജൂലൈ 16. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കാനഡയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ്. ഇനി അവസാനത്തേത് ISI, ഇൻ്റർ സർവീസസ് ഇൻ്റലിജൻസ് എന്നാണ് ISIയുടെ പൂർണ്ണരൂപം. ഇത് രൂപം കൊണ്ടത് 1948 ജനുവരി 1, 1948 ജനുവരി 1. ഇത് പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ISI. ഓക്കെ. പിന്നെ അത് പറഞ്ഞതിൽ അഥവാ എന്തെങ്കിലും തെറ്റും കുറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇത് ഞാൻ
വിക്കിപീഡിയ പ്രകാരം ഓരോ സംഘടനകളുടെ റെസിഗ്നേഷൻ ഏജൻസീൻ്റെ പേരും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ അങ്ങനെ വേറൊരു ബുക്കിൽ അങ്ങനെ ആ ടൈം എഴുതി വെച്ചതാണ്. റെസിഗ്നേഷൻ ഏജൻസിയും അതിൻ്റെ പൂർണ്ണരൂപം, പിന്നെ സ്ഥാപിക്കപ്പെട്ട വർഷം, മാസം, പിന്നെ തീയതി. അതാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഓക്കെ. പിന്നെ എൻ്റെ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ സ്വയമായി കണ്ടെത്താൻ ശ്രമിക്കുക. ആ ഡേറ്റ് ഞാൻ ആ സമയത്ത് വിക്കിപീഡിയ നോക്കി എഴുതിയെടുത്തതാണ്. അപ്പോൾ എൻ്റെ എഴുതിയതിലോ ഞാൻ പറഞ്ഞതിലോ എന്തെങ്കിലും തെറ്റും കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഡേറ്റ് നിങ്ങൾ തന്നെ സ്വയം അങ്ങനെ കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.